ചതിയ. ഒരു വാക്കെന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്റെ കെട്ടിയോനെ വേണമെങ്കിൽ തട്ടാന്ന് വരെ ഞാൻ പറഞ്ഞതല്ലേ? ശരിക്കും തട്ടിയതാണ്? അല്ല, ഒന്ന് ഞെട്ടിയതാ. ഞാൻ പിന്നിൽ നിന്നൊന്ന് പേടിപ്പിച്ചു. വെറുതെ അങ്ങോട്ട് മറിഞ്ഞു വീണു. പിന്നെ എഴുന്നേറ്റിട്ടില്ല. കല്യാണി എന്നെ വെറുക്കരുത്. എന്റെ കുടുംബക്കാരിയത കൊലച്ചതിയ. എന്റെ അനുവാദം പോലും ചോദിക്കാതെ അവരെന്നെ പിടിച്ച് കെട്ടിച്ചു. അവളെ ഇഷ്ടാണോ? എവിടെന്ന്? കല്യാണി ഇഷ്ടപ്പെട്ട ഒരാൾക്ക് ഈ ഭൂമി വേറൊരു പെണ്ണിന് ഇഷ്ടാവൂ? എന്നും വഴക്കം തല്ലും. എനിക്ക് മടുത്ത് കല്യാണി. മതി. നിങ്ങളുടെ കുടുംബത്തിന് സ്വസ്ഥത ഇല്ലെന്ന് കേട്ടല്ലോ. എനിക്കത് മതി. എന്നാ പിന്നെ അവളെ ഉപേക്ഷിച്ചൂടെ? വൈകാതെ സംഭവിക്കും. കല്യാണി നോക്കോ. ഞാൻ കാത്തിരിക്കും. നമ്മൾ ആദ്യം കണ്ടത് ഓർമ്മയുണ്ടോ ജോസേട്ടന്? ഉണ്ട്. വാങ്ങിയ ഒരു പാത്രം ചളിങ്ങിയെന്ന് പറഞ്ഞ് നീ എന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അപ്പൊ ജോസേട്ടന്റെ മുഖം ചളുങ്ങി. പിന്നെ ഞാൻ അവിടെ മരുന്ന് വെച്ച് തന്നു. പിന്നെ പാത്രക്കെട്ടും കൊണ്ട് ഞാൻ വരും. എല്ലാ പാത്രവും നിനക്ക് തരും. എന്റെ അടുക്കള നിറഞ്ഞു, മനസ്സും. ജോസേട്ടൻ എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? പിന്നെ സ്റ്റീലിന്റെ പുതിയ ചായക്കലം കയ്യിൽ വെച്ച് വന്നപ്പോ പിന്നെ ഞാൻ എന്നും അതിലാ ചായ ഉണ്ടാക്കി കുടിക്കുക. ചായക്കലത്തേക്ക് നോക്കുമ്പോ ജോസേട്ടൻ അതിൽ തിളച്ചു മറിയുന്ന പോലെ എനിക്ക് തോന്നും. അയ്യോ, ദേവായിരുന്നു ജോസേട്ടാ. ജോസേട്ടന് പിറക്കാതെ പോയ എന്റെ മോള്. എന്തെങ്കിലും ഒരു വിശേഷം ചോദിക്കും ജോസേട്ടാ. വാ മോളെ. കഞ്ഞി കുടിച്ചാ? പാത്രക്കാരൻ മാമനെ പറ്റി അമ്മ എപ്പോഴും പറയും. എവിടെ പാത്രം കണ്ടാലും അമ്മ കരയും. നഷ്ടത്തിന്റെ നൊമ്പരമാണ് കുട്ടി. അമ്മയ്ക്കും ഈ പാത്രമാമനും. അമ്മേ, നല്ലവനാ, മറന്നിട്ടില്ല ഒന്നും. ചിലപ്പോ ക്ലാരെ കളയും, അല്ലെങ്കിൽ കൊല്ലും. നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ മോളെ. വാ. ആഹാ, ഏയ്, നീ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അൺഎക്സ്പെക്ടഡ് ആണല്ലോ നിനക്കിഷ്ടം. വാ, ഞാൻ സ്റ്റേഷനിൽ വണ്ടി വിടുവായിരുന്നില്ലേ? ഇവിടുത്തെ വണ്ടി ഞാൻ കണ്ടതാ. അയാള് കയറ്റിയില്ല. ആര്? കരുണേട്ടനോ? ഹാ, കോവിലകത്തെ പേര് കണ്ടു, ചോദിച്ചു. എന്തൊരു ജാടയാ ഡ്രൈവർക്ക്. അതൊരു പാവ. ഇവിടുത്തെ ആന്റിയുടെ മോനെ പോലെയാ. ഹാ, എവിടെ നിന്റെ പഞ്ചപാണ്ഡവന്മാര്? മേയാൻ പോയിരിക്കുവാ. വൈകുന്നേരം വരും. 5 മുറച്ചെറുക്കന്മാരുടെ ഇടയിൽ. ഹാ, റിയലി ഇറ്റ്സ് ത്രില്ലിംഗ്. 2 ദിവസം ഇവിടെ ഉണ്ടല്ലോ, കൃത്യമായി മനസ്സിലാവും. വാ. ആ, ദാ ആന്റി. ഇതാണോ മോളെ നീ പറഞ്ഞ ആള്? യെസ്, ഇവളൊരു ദിവസം നേരത്തെ ഇങ്ങ് പോകുന്നു. കുന്തി ദേവി, പഞ്ചപാണ്ഡവന്മാരുടെ അമ്മ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഡീറ്റെയിൽസ് ഒക്കെ അനു എന്നോട് പറഞ്ഞിട്ടുണ്ട്. റിയലി യു ആർ ഗ്രേറ്റ്. 5 എണ്ണത്തിനെ വെച്ച് ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് അറിയാവും. അതെന്താ കരുണേട്ടാ ഇവളെ വണ്ടി കയറ്റാതിരുന്നേ? എന്റെ ടീച്ചറെ, ഈ കൊച്ചു വഴിയിൽ വെച്ച് വണ്ടി കയറട്ടെന്ന് ചോദിച്ചു. എന്ത് തരത്തിലാ കൊണ്ടുവരുന്നത്? വല്ല കുഴപ്പമാവുന്ന കരുതി ഞാൻ കയറ്റില്ല. ഓ, അതൊന്നുമല്ല. ഇദ്ദേഹം ഒരു പെണ്ണുമായി കൊഞ്ചി കൊഴിഞ്ഞു നിൽക്കുമായിരുന്നു. അത് ബ്രേക്ക് ചെയ്തതിന്റെ ദേഷ്യമാണ്. ഒന്നങ്ങ് വെച്ചോരും ഞാൻ. ആരാടത്? ഇവിടെ നിന്ന് ഇറങ്ങിയാ പിന്നെ നീ ഏത് പെണ്ണു കേട്ടാ കുഞ്ചിക്കൊഴയുന്നേ? എന്റെ ടീച്ചറെ, അത് പെണ്ണല്ല ടീച്ചറെ. ഏയ്, യു ആർ ലൈങ്. ടീച്ചറെ, അത് ആ പണ്ടാരത്തിന്റെ മോളാ, താമര. അവളെന്തിനാ നിന്നെ കാണുന്നേ? ഇവിടെ താമ്പിള്ളേരുടെ വിശേഷം അറിയാൻ. വേക്കൻസി ഉണ്ടെങ്കിൽ അറിയിച്ചാ മതി, അവള് വന്നോളാന്ന്. മിക്കവാറും ആ പണ്ടാരത്തിന് എലിവേഷം വെച്ച് കൊല്ലേണ്ടി വരും.
ആ മോളെ സാധനങ്ങളൊക്കെ എടുത്ത് മുറി കൊണ്ടുവയ്ക്കും, ഞാൻ ചായ എടുക്കാം. വാ. ദേ പെങ്ങളെ ഒന്ന് തന്നെ. ഡൽഹിയിൽ നിന്ന് വന്നാലും അമേരിക്കയിൽ നിന്ന് വന്നാലും പെണ്ണ് പെണ്ണ് തന്നെയല്ലേ? പരദൂഷണം പറഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടില്ല അല്ലേ? ഞാൻ ഈ കേരളത്തിലെ ആണുങ്ങളുടെ പൊതു സ്വഭാവം ഒന്ന് ചെക്ക് ചെയ്തല്ലേ. എനിവേസ് ഐ ലൈക്ക് യു. ഐ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ ഇഷ്ടമാണെന്നല്ലേ? എന്ന് പറഞ്ഞാൽ ഐ ലവ് യു. ഛേ, ഇതെന്ത് പെണ്ണ? അല്ല, ഇനി ഡൽഹിയിലൊക്കെ അങ്ങനെ ആയിരിക്കോ? ഹൗ ക്യാൻ യു അഡ്ജസ്റ്റ് ഹിയർ? നിന്നല്ലേ പറ്റൂ. നീ വന്ന കാര്യം എന്തായി? അതെങ്ങനെ പെട്ടെന്നൊന്നും നടക്കില്ല. എത്ര നാളായാലും അത് കഴിഞ്ഞ് ഞാനിനി തിരിച്ചുള്ളൂ. ഒരേ ഒരു ആശ്വാസം മാത്രം, ഇവിടെയുള്ളവരുടെ പൊട്ടംകളി കണ്ടോണ്ട് നിന്ന സമയം പോകുന്നതേ അറിയില്ല. നീ വല്ലാതെ മാറി. നിന്റെ സ്മാർട്ട്നെസ് ഒക്കെ നഷ്ടപ്പെട്ടതുപോലെ. റിയലി സോന, എനിക്ക് എന്തൊക്കെയോ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അളവറിയുന്നതിൽ കൂടുതൽ. ഹേയ് കം ഓൺ. കോൺഫിഡൻസ് എന്താന്ന് നിന്നെ നോക്കിയാ ഞങ്ങളൊക്കെ പഠിക്കുന്നേ. നീ തളരരുത്. കം ഓൺ, ചിയർ അപ്പ്. വാ.